സോ എനിമി ലവേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. സോ കഥയിലോട്ട് കടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ രാജാവ് പറയുന്നുണ്ട്, സൈറസ് അക്കാദമി ധാരാളം സ്കോളേഴ്സ്, ബിസിനസ്മാൻമാർ, റോയൽ ഗാർഡ്സ്, ലീഡേഴ്സ്, മിലിറ്ററി ഓഫീസർമാർ എന്നിവരെ സൃഷ്ടിക്കുന്നതിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. സൈറസ് അക്കാദമിയിൽ മാജിക് പഠിക്കാൻ ഏതൊരു കുട്ടിയും ആഗ്രഹിക്കും. ഈ ലോകത്തിൽ സ്വാധീനം ചെലുത്തിയ പല വ്യക്തികൾക്കും സൈറസ് അക്കാദമിയുമായിട്ട് ബന്ധമുണ്ട്. അതാണ് സൈറസ് അക്കാദമിയെ മറ്റ് അക്കാദമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ പ്രശസ്തിക്കുള്ള കാരണം ആ സൈറസ് അക്കാദമിയെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ഫൗണ്ടറും അതുപോലെ ഡയറക്ടറും ആയിട്ടുള്ള സിന്ധിയ ഗുഡ്സ്കിയാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ സിന്ധിയ മുത്തശ്ശി ആർത്തറിനോട് പറയുന്നുണ്ട്, ആർത്തർ, നിന്നെ കണ്ടതിൽ സന്തോഷം. വിൻസെൻ്റ് നിന്നെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം വിൻസെൻ്റ് പറഞ്ഞത് ശരിയാണോ അതോ തെറ്റാണോ എന്ന്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങല്ലേ. അപ്പം നമ്മുടെ സിന്ധിയ മുത്തശ്ശി ആർത്തറെ നോക്കി ചിന്തിക്കുന്നുണ്ട്, ഈ കുട്ടിക്ക് ഒരു തെറ്റ് പോലും ഭയമില്ല. അപ്പം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, എനിക്ക് വലിയൊരു ശക്തി അനുഭവപ്പെടുന്നുണ്ട്. ഇവര് ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മേജാണെന്ന് തോന്നുന്നു. എനിക്കെൻ്റെ ശക്തിയുടെ ഒരു ഭാഗം അവരെ കാണിക്കാൻ കഴിഞ്ഞാൽ വിൻസെൻ്റ് പറഞ്ഞത് നുണയല്ലെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും. ആദ്യം ഞാൻ വിൻഡ് എലമെൻ്റ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ആർത്തർ അവൻ്റെ വിൻഡ് എലമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കല്ല് പൊക്കുന്നു. എന്നിട്ട് ആ കല്ല് വെച്ചിട്ട് നമ്മുടെ സിന്ധിയ മുത്തശ്ശി അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ സിന്ധിയ മുത്തശ്ശി അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്കിനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്നു. അപ്പം നമ്മുടെ രാജാവും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഫയർ എലമെൻറ്റിനെയും വാട്ടർ എലമെൻറ്റിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വിൻഡ് എലമെൻറ്റ് നല്ലതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അവൻ അവൻ്റെ എർത്ത് എലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് സിന്ധിയ മുത്തശ്ശി അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ സിന്ധിയ മുത്തശ്ശി അതിനെയും തടയുന്നു. അപ്പം നമ്മുടെ ആർത്തർ അവസാനമായിട്ട് അവൻ്റെ മാന ഉപയോഗിച്ചുകൊണ്ട് സിന്ധിയ മുത്തശ്ശി അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷെ സിന്ധിയ മുത്തശ്ശിയുടെ വിൻഡ് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ അവൻ തെറിച്ചു വീഴുന്നു. അപ്പോൾ സിന്ധിയ മുത്തശ്ശി പറയുന്നുണ്ട്, കൊള്ളാം, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും കഴിവുണ്ട് നിനക്ക്. വിൻസെൻ്റ് പറഞ്ഞതുപോലെ നിന്റെ മാന്ത്രിക കഴിവുകളും അതുപോലെ പോരാട്ട വീര്യവും മികച്ചതാണ്. ഇനി നിനക്കുള്ള അവസാന പരീക്ഷണം ഇതാ, ഇതിൽ നീ ജയിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിന്ധിയ മുത്തശ്ശി ആർത്തറിന്റെ മേല് സൗണ്ട് മാജിക് ഉപയോഗിക്കുന്നു. ആ സൗണ്ട് താങ്ങാൻ വയ്യാതെ നമ്മുടെ ആർത്തർ നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സൗണ്ട് മാജിക്, അവർക്ക് 4 എലമെൻസിനെയും കൈകാര്യം ചെയ്യാൻ കഴിയും. അവരൊരു ഡെവിയൻ്റ് ആണ്. അപ്പോൾ സിന്ധിയ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇതിലും വിജയിച്ചു. നിനക്ക് വിൻഡ് എലമെൻറ്റ് നല്ലതുപോലെ ഉപയോഗിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ നിനക്ക് വിൻഡ് എലമെൻറ്റ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തരാം. പിന്നെ നിനക്ക് എർത്ത് എലമെൻ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും എലമെൻറ്റ് ഉപയോഗിക്കാൻ അറിയുമോ? അപ്പോൾ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവരെ പറ്റിക്കാൻ കഴിയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വാട്ടർ എലമെൻ്റ് കൂടിയും കൈകാര്യം ചെയ്യാൻ അറിയാം. അപ്പോൾ സിന്ധിയ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ട്, ശരിയല്ലേ? അതുകൊണ്ടാണ് നീ ഇത്ര ദൂരം സഞ്ചരിച്ച് നിന്റെ കഴിവുകളെല്ലാം എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവർക്ക് എൻ്റെ മനസ്സ് വായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ കയ്യിലില്ലാത്ത 2 സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, പവറും ഇൻഫ്ലുവൻസും. ഞാൻ ശക്തനാവുന്നത് വരെ നിങ്ങൾ എൻ്റെ ഫാമിലിയെ സംരക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സൈറസ് അക്കാദമിയിൽ ചേരാം. നിങ്ങളെ എൻ്റെ ഒരു മെൻറ്ററായി കണക്കാക്കുകയും ചെയ്യാം. അപ്പോൾ സിന്ധിയ മുത്തശ്ശി പറയുന്നുണ്ട്, സാപ്പിൻ കിണ്ടത്തിലെ രാജാവും രാജ്ഞിയും പോലും എന്നോട് ഇതുപോലൊരു ഏകപക്ഷീയമായ ഡീൽ വെക്കാൻ തയ്യാറായിട്ടില്ല. നിനക്ക് ഇത്രയും ആത്മവിശ്വാസമുണ്ടോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അതെ, എനിക്കതിന് യോഗ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല, എനിക്ക് 11 വയസ്സായാൽ മാത്രമേ ഞാൻ സൈറസ് അക്കാദമിയിൽ ചേരൂ. അപ്പോൾ സിന്ധിയ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനിനിയും 3 വർഷം കൂടി ഉണ്ടല്ലോ. നിനക്കിപ്പം തന്നെ ചേരുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ ശക്തനാവാം. നീ എന്താ ഇപ്പം തന്നെ ചേരാത്തത്? അപ്പം നമ്മുടെ ആർത്തർ അവൻ സിൽവിയക്ക് കൊടുത്ത പ്രോമിസ് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതം മുഴുവനായിട്ട് ജീവിച്ചു തീർക്കുമെന്ന് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു അഡ്വഞ്ചറർ ആകാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തെപ്പറ്റി കൂടുതൽ പഠിക്കും. അതിനുശേഷം ഞാൻ സൈറസ് അക്കാദമിയിൽ ചേരും. അപ്പോൾ സിന്ധിയ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തതായിട്ട് തോന്നുന്നു. ഈ തീരുമാനം നിന്റെ വീട്ടിൽ അറിയിച്ചോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടുകാരോട് ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സിന്ധിയ മുത്തശ്ശി പറയുന്നുണ്ട്, നീ നിന്റെ വീട്ടുകാരോട് പറഞ്ഞ് കൺവിൻസ് ആക്കിയാ നമുക്ക് ഈ ഡീൽ ഉറപ്പിക്കാം. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തറിന്റെ കഴിവുകൾ, അതായത് ആർത്തറിന് 4 എലമെന്റ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം അവൻ ഇതുവരെ അവൻ്റെ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം ഇപ്പോൾ അവൻ്റെ ഫാമിലി അറിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അവനൊരു അഡ്വഞ്ചറർ ആവാനാണ് താല്പര്യം എന്ന കാര്യം അവനിപ്പോൾ അവൻ്റെ ഫാമിലിയോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആലീസ് പറയുന്നുണ്ട്, നീ മരിച്ചെന്നാ ഞങ്ങൾ കരുതിയത്, എന്നിട്ടാ നീ തിരിച്ചു വന്നത്. ഇപ്പൊ വീണ്ടും നീ മരിക്കാൻ വേണ്ടി പോവാണോ? അപ്പൊ റെയ്നോൾഡ് പറയുന്നുണ്ട്, ആലീസ്, നീ ആദ്യം അവനെന്താണ് പറയാനുള്ളതെന്ന് കേക്ക്. അപ്പൊ ആലീസ് പറയുന്നുണ്ട്, റെയ്നോൾഡ്, നിനക്ക് നടന്ന കാര്യങ്ങളെല്ലാം അറിയില്ലേ? അവനെ 3 വർഷം കാണാതായപ്പോ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു, എന്നിട്ടും നീ അവനെ പോവാൻ അനുവദിക്കുകയാണോ? അപ്പൊ റെയ്നോൾഡ് പറയുന്നുണ്ട്, ആ, എന്നാ പിന്നെ നമുക്ക് ആർത്തറിന്റെ ഒപ്പം ഒരു ഗാർഡിനെ കൂടിയും വിട്ടാലോ? അപ്പൊ ആലീസ് പറയുന്നുണ്ട്, റെയ്നോൾഡ്, നീ അവനെ പോവാൻ വേണ്ടി അനുവദിച്ചോ?
എന്റെ മകനെ ഇനി മറ്റൊരു യാത്രയ്ക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, അമ്മ ഞാനൊരു യാത്രയ്ക്ക് പോവല്ല. മാസാമാസം ഞാൻ അമ്മേനെ കാണാൻ വന്നോളാം. അതുമാത്രല്ല നിങ്ങൾക്കെന്നെ എന്നും കാണണമെങ്കിൽ ഞാൻ പതിവായി വീട്ടിലേക്ക് വരാം. അപ്പൊ ആലീസ് ചോദിക്കുന്നുണ്ട്, ശരിക്കും? അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, അതെ അമ്മ, ഞാൻ പ്രോമിസ് ചെയ്യാം. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, അമ്മ ഞാൻ എത്രയും പെട്ടെന്ന് പോവില്ല. ഒരു മാസമെങ്കിലും ഞാൻ ഇവിടെ നിന്നതിന് ശേഷമേ പോവുള്ളൂ. എനിക്ക് ഈ വീട്ടില് നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ആലീസ് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ നീ പോകുന്നേ? അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് ഈ ഡിക്കാന്റെ രാജ്യത്തെക്കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം അറിയണം. കൂടാതെ നിങ്ങൾ രണ്ടുപേരും അഡ്വഞ്ചറേഴ്സ് ആയപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആവേശം അനുഭവിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. അപ്പൊ ആലീസ് പറയുന്നുണ്ട്, അതാണോ നീ ഒരു അഡ്വഞ്ചർ ആവാനുള്ള കാരണം? അപ്പൊ ആർത്തർ അവന്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നും ഇവിടെ നിന്നുകൊണ്ട് ട്രെയിൻ ചെയ്യുന്നത് മടുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. എനിക്ക് എന്റെ ശക്തി പുറത്ത് പരീക്ഷിച്ചു നോക്കണം. പക്ഷേ ഈ കാര്യം അവരോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ആലീസ് പറയുന്നുണ്ട്, ആർത്തർ നിനക്ക് 4 എലമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാര്യം നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. നീ കൂടുതൽ രഹസ്യങ്ങള് ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കരുത് ട്ടോ. അപ്പൊ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, അമ്മയുടെ വാക്കുകൾ എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. രഹസ്യങ്ങൾ സൂക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അപ്പൊ റെയ്നോൾഡ് പറയുന്നുണ്ട്, നിന്റെ അമ്മക്ക് നിന്നെക്കുറിച്ച് പേടിയുണ്ടാകും. കാരണം ഒരു അഡ്വഞ്ചറർ ആകുക എന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. നിന്റെ അമ്മ എന്നെ മുൻപേ തടഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗാർഡിനെ വെക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ റെയ്നോൾഡ് ട്വിൻ ഹോൺസ് പാർട്ടിയിലെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ആർത്തറിന്റെ ഒപ്പം ഒരു ഗാർഡായിട്ട് പോകാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഏദൻ പറയുന്നുണ്ട്, എനിക്കെന്തായാലും പറ്റില്ല. കാരണം എനിക്ക് കുട്ടികളെ നോക്കി ശീലമില്ല. എന്റെ സ്വഭാവം വെച്ചിട്ട് അവൻ എന്നെ ഉറക്കത്തിൽ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ ഹെലൻ പറയുന്നുണ്ട്, അത് ശരിയാണ്. അപ്പൊ റെയ്നോൾഡ് പറയുന്നുണ്ട്, സത്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ പണം നിങ്ങൾക്ക് തരാൻ കഴിയില്ല. പക്ഷേ ഞാനും ആലീസും ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകാം. അപ്പൊ ഡെർഡൻ പറയുന്നുണ്ട്, റെയ്നോൾഡ് നീ എന്താടാ പറയുന്നേ? നമ്മളൊക്കെ ഒരു കുടുംബല്ലേ? ആർത്തറിന്റെ ഒപ്പം പോയിട്ട് അവൻ വളരുന്നത് കാണുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ഹെലൻ പറയുന്നുണ്ട്, ഡെർഡൻ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾക്ക് പണമൊന്നും ആവശ്യമില്ല. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ആർത്തറിന്റെ ഒപ്പം പോവാം. അപ്പൊ നമ്മുടെ ആഞ്ചല ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ നിനക്കൊരാളെ എക്സ്കോർട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത കാര്യല്ലേ? അപ്പൊ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, നമ്മുടെ ആർത്തറിന് വേണ്ടിയിട്ടല്ലേ, അതിലെനിക്ക് കുഴപ്പമില്ല. അപ്പൊ റെയ്നോൾഡ് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഞാൻ ആർത്തറിന്റെ ഗാർഡാവാൻ വിചാരിച്ചിരുന്നത് ഹെലനെയും അതുപോലെ ഡെർഡനെയും ആയിരുന്നു. പക്ഷെ ഇപ്പോഴതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഫൈറ്റിംഗ് അബിലിറ്റീസില് ജാസ്മിൻ ഇതിന് പറ്റിയ വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ ആലീസ് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ നിനക്ക് ആർത്തറിന്റെ ഗാർഡായിട്ട് വരാൻ സമ്മതല്ലേ? അപ്പൊ ജാസ്മിൻ ഓക്കെ എന്ന് പറയുന്നു. അപ്പൊ ഏദൻ പറയുന്നുണ്ട്, ജാസ്മിന് എലമെന്റ്സ് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓഗ്മെന്ററാണ്. അതുമാത്രല്ല അവൾ കഴിഞ്ഞ വർഷം ലൈറ്റ് ഓറഞ്ചിലെത്തി. പിന്നെ അവൾക്ക് വിൻഡ് എലമെന്റ് ഉപയോഗിക്കാൻ അറിയാം. അതുകൊണ്ട് അവൾ ഇതിന് അനുയോജ്യമായ വ്യക്തിയാണ്. അപ്പൊ ഡെർഡൻ പറയുന്നുണ്ട്, എനിക്കും ആർത്തറിന്റെ കൂടെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ ഇത്തിരി നിരാശനാണ്. അപ്പൊ റെയ്നോൾഡ് പറയുന്നുണ്ട്, ഡെർഡൻ നമുക്ക് അടുത്ത തവണ നോക്കാം. അപ്പൊ ഡെർഡൻ അതിന് നന്ദി എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ആർത്തർ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ കെയറിലാകും അല്ലേ? അപ്പൊ നമ്മുടെ ജാസ്മിൻ തലയാട്ടിട്ട് അതേന്ന് പറയുന്നു. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തർ അവന്റെ വീട്ടിലേക്ക് പോകുമ്പോ നമ്മുടെ ലിലിയ ഒറ്റയ്ക്കിരുന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എലനോർ ചോദിക്കുന്നുണ്ട്, ലിലിയ നീ എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യണല്ലേ? അപ്പൊ ലിലിയ സോറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർത്തർ അവന്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ലിലിയക്ക് എന്റെ സഹായം ഇല്ലാതെ ഈ കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമല്ലേ? പിന്നെ എലനോറിന്റെ കാര്യത്തില് അവളുടെ മാന പെട്ടെന്ന് അവയ്ക്കായാൽ അവൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റും. അതുകൊണ്ട് അവൾക്ക് 8 വയസ്സൊക്കെ ആവുമ്പോ അവളുടെ മാന അവയ്ക്കായാൽ മതി. അപ്പൊ ആർത്തർ റെയ്നോൾഡിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എനിക്ക് എൽസി ആക്ഷൻ ഹൗസിലേക്ക് പോകാൻ പറ്റുമോ? എനിക്കൊരു വാള് തിരഞ്ഞെടുക്കണമായിരുന്നു. അപ്പൊ റെയ്നോൾഡ് അതിന് സമ്മതിക്കുന്നു. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വിൻസെന്റ് ആർത്തറിനോട് പറയുന്നുണ്ട്, എനിക്കും മനസ്സിലായി നിനക്ക് അഡ്വഞ്ചറസ് ഗിൽഡിന്റെ അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു വാള് വേണമല്ലേ? അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, അതെ. അപ്പൊ വിൻസെന്റ് പറയുന്നുണ്ട്, ഇവിടെ കുറെ സോഡ്സ് ഉണ്ട്. അതിൽ നിനക്ക് ഇഷ്ടപ്പെട്ട സോഡ് നീ എടുത്തോ. അപ്പൊ ആർത്തർ നന്ദി എന്ന് പറയുന്നുണ്ട്. അപ്പൊ വിൻസെന്റ് പറയുന്നുണ്ട്, നീ ഒരു അഡ്വഞ്ചർ ആക്കാൻ തീരുമാനിച്ചു അല്ലേ? അപ്പൊ ആർത്തർ അതേന്ന് പറയുന്നു. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തർ അവന് പറ്റിയ വാൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവന് പറ്റിയ വാൾ ഇതുവരെ അവന് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ഇവിടെ ധാരാളം വാളുകളുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് പറ്റിയതല്ല. ഇവിടെയുള്ള വാളുകളെല്ലാം വളരെ വലുതാണ്. ഒരു ചെറിയ കുട്ടിയായി എനിക്ക് പറ്റിയ വാളുകളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ നമ്മുടെ സിൽവി ആർത്തറിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആർത്തർ ചോദിക്കുന്നുണ്ട്, സിൽവി നീ എന്തെങ്കിലും കണ്ടെത്തിയോ? അപ്പൊ നമ്മുടെ സിൽവി ആർത്തറിന് ഒരു വടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, സിൽവി ഞാനൊരു വാളാണ് അന്വേഷിക്കുന്നത്, അല്ലാതെ ഒരു വടിയല്ല. അപ്പൊ നമ്മുടെ സിൽവി അതെടുക്കുക എന്ന മട്ടില് ക്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആർത്തർ ആ വാളെടുക്കുമ്പോ അതിന് നല്ല കനമുണ്ട്. അപ്പൊ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ഇതിന് നല്ല കനമുണ്ട്.
ഇതൊരു വടിയല്ല, ഇതൊരു വാളാണെന്നാ തോന്നുന്നത്. ഇത് അൺലോക്ക് ചെയ്യണെങ്കി വല്ല എലമെന്റ്സ് ഉപയോഗിക്കേണ്ടി വരുമോ? അങ്ങനെ നമ്മുടെ ആർതർ ഈ 4 എലമെന്റ്സ് ഉപയോഗിച്ച് നോക്കുന്നു. പക്ഷേ ആ 4 എലമെന്റ്സ് ഉപയോഗിച്ചിട്ടും ആ വാള് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം അവൻ സിൽവിയയുടെ വില്ല് ഉപയോഗിക്കുന്നു. അപ്പൊ ആ വാൾ അൺലോക്ക് ആവുന്നു. എന്നിട്ട് നമ്മുടെ ആർതർ ആ വാള് വീശുമ്പോ അവനതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ വാളിന് നല്ല കനമുണ്ട്. അപ്പൊ രാജാവും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതിന് വളരെ ഭാരമുണ്ട്. എന്നിരുന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു പെട്ടി നമ്മുടെ ആർത്തർ മുറിക്കുന്നു. സോ അതിനുശേഷം നമ്മുടെ ആർത്തർ ആ വാൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിലൊരു സംഭവം എഴുതിയിരിക്കുന്നുണ്ട്. ആ സാധനം അവൻ വായിക്കുന്നു. ഡോൺസ് ബെല്ലാട്ട് WKIV. സോ എന്താണ് അതിന്റെ അർത്ഥം എന്നവൻ പറയുമ്പോഴത്തേനും അവന്റെ കയ്യിൽ നിന്ന് ആ വാള് നല്ല പവറോട് കൂടി നിലത്ത് വീഴുന്നു. സോ എന്നിട്ട് നമ്മുടെ ആർത്തർ ആ വാള് വീണ്ടും എടുക്കുമ്പോൾ ആ വാളിന്റെ ഭാരാകെ ചേഞ്ച് ആയിരിക്കുന്നു. അവന് നേരത്തെ ആ വാളെടുത്തപ്പോ അവന് ആ വാള് പൊക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോ അവന് ആ വാള് പുഷ്പം പോലെ പൊക്കാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പൊ ആ വാളിന്റെ ഭാരം മാത്രല്ല, അതിന്റെ നീളവും അതുപോലെ ആ പിടിയുടെ നീളവും എല്ലാം അവന്റെ ശരീരത്തിന്റെ അനുയോജ്യമായ രീതിയിൽ മാറിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ രാജാവും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വാളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയ്ക്കും അനുയോജ്യമായ ഒരു വാള് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. ഓ, ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാനെ കുറിച്ച്. അയാളൊരു വടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഉടമസ്ഥന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വടി. പക്ഷേ ആ വടിയില് ആ ഉടമസ്ഥൻ അവരുടെ മാനയാണ് ചേർത്തത്. പക്ഷേ ഒരു വാളിന് അയാളുടെ ഉടമസ്ഥനനുസരിച്ച് അതിന്റെ ഉയരവും ഭാരവും ക്രമീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. എന്നിട്ട് രാജാവ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, WKIV, ആരാണയാൾ? അപ്പോഴത്തേക്കും നമ്മുടെ ആർത്തറിനെ റെയ്നോൾഡ് വിളിക്കുന്നു. ആർത്തർ, നിന്റെ അമ്മ നിനക്ക് ഡിന്നർ ഒരുക്കി വെച്ച് നിന്നെ കാത്തിരിക്കുകയാണ്. അപ്പൊ ആർത്തർ അവിടെ ഉണ്ടായിരുന്ന ഒരു വാളെടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് റെയ്നോൾഡിനോട് പറയുന്നുണ്ട്, ഞാൻ ഈ വാള് തെരഞ്ഞെടുത്തു. അപ്പൊ റെയ്നോൾഡ് പറയുന്നുണ്ട്, സോ ഈ വാളാണല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടത്? ആ, ഇത് നിനക്ക് പാകമുള്ള വാളാണ്. അപ്പൊ നമ്മുടെ വിൻസെന്റ് ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ആർത്തർ, നിന്റെ അരയിലുള്ളത് എന്താണ്? അപ്പൊ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ശാന്തമായിട്ട് ഉത്തരം പറയൂ. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, എനിക്കിത് നിലത്തുനിന്ന് കിട്ടിയതാണ്. ഇതിന് നല്ല ഭാരം ഉണ്ടായിരുന്നു. സോ ഇത് ഞാൻ പരിശീലനം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പൊ വിൻസെന്റ് അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് പറയുന്നുണ്ട്, ജെയിംസൺ, നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നോ? രേഖകളൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പൊ ജെയിംസൺ പറയുന്നുണ്ട്, ആ ആ വടി ഞാൻ ഓർക്കുന്നുണ്ട്. ഈ വടി ആർക്കും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വൃദ്ധൻ ഈ വടി ഞങ്ങൾക്ക് നേരെ എറിഞ്ഞു. സോ ഈ വടി ഞാൻ കുറെ വിദഗ്ധന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ചു. പക്ഷേ അവരെല്ലാവരും പറഞ്ഞത് ഇത് വെറും ഒരു വടി മാത്രമാണെന്നാണ്. ഈ വടി വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ഇത് വിലപ്പെട്ട സാധനമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്കിത് വളരെ ഇഷ്ടമായി. എനിക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു, അങ്കിൾ വിൻസെന്റ്. അപ്പൊ ആർത്തർ അങ്കിൾ വിൻസെന്റ് എന്ന് വിൻസെന്റിനെ വിളിച്ചപ്പോ നമ്മുടെ വിൻസെന്റ് ആ വിളിയിൽ അങ്ങോട്ട് അലിഞ്ഞു പോകുന്നു. അപ്പൊ വിൻസെന്റ് പറയുന്നുണ്ട്, നീ ഇതെടുത്തോ ആർത്തർ. അപ്പൊ നമ്മുടെ ആർത്തർ താങ്ക് യു അങ്കിൾ വിൻസെന്റ് എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. എന്നിട്ട് അവൻ മനസ്സിൽ പറയുന്നുണ്ട്, ആ പ്ലാൻ വർക്കൗട്ടായി. അപ്പൊ നമ്മുടെ റെയ്നോൾഡ് വിൻസെന്റിനെ നോക്കുന്നുണ്ട്. അപ്പൊ വിൻസെന്റ് പറയുന്നുണ്ട്, അവൻ എന്നെ അങ്കിൾ എന്ന് വിളിച്ചപ്പോ ഞാൻ കൊടുത്തുപോയി. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, കുറച്ച് സമയത്തിന് ശേഷം ആലീസ്, റെയ്നോൾഡ്, എലനോർ, അതുപോലെ എൽസിയ കുടുംബം എന്നിവരോടൊപ്പം ഞാൻ സന്തോഷകരവും സമാധാനപരവുമായ ദിവസങ്ങൾ ആസ്വദിച്ചു. തീർച്ചയായും അതിനിടയിൽ ഞാനൊരു അഡ്വഞ്ചറർ ആകാനുള്ള തയ്യാറെടുപ്പുകളും നടത്തി. നാളെയും കൂടി ആയാൽ ഞാൻ ഈ ലോകത്ത് വന്നിട്ട് കൃത്യം 9 വർഷമാവാൻ പോകുന്നു. സോ നാളെയാണ് നമ്മുടെ ആർത്തറിന്റെ ബർത്ത്ഡേ. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും നമ്മുടെ ആർത്തറിനെ അവരുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നു. സോ എന്നിട്ട് അവരോട് പാർട്ടി നടത്തുന്നുണ്ട്. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, ആർത്തർ, ഇനി നിന്റെ സമ്മാനങ്ങളൊക്കെ തുറന്നു നോക്കാനുള്ള സമയമായി. ആദ്യം തന്നെ ഞങ്ങളുടെ സമ്മാനം ഇതാ എന്ന് പറഞ്ഞിട്ട് റെയ്നോൾഡും ആലീസും ആർത്തറിന് സമ്മാനം കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ആർത്തർ ആ സമ്മാനം തുറന്നു നോക്കുമ്പോൾ അത് കയ്യിലിടാൻ പറ്റിയ ഒരു ഗ്ലൗസ് ആയിരുന്നു. ആ ഗ്ലൗസിന്റെ തലപ്പത്ത് 3 രത്നങ്ങളുണ്ട്. ആ 3 രത്നങ്ങളിലും നമ്മുടെ ആലീസിന്റെ ഹീലിംഗ് സ്പെല്ല് അടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ആർത്തറിന് വല്ല പരിക്കുകൾ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ആർത്തറിനെ സഹായിക്കും. അപ്പൊ നമ്മുടെ വിൻസെന്റ് പറയുന്നുണ്ട്, അടുത്തതായിട്ട് സമ്മാനം തരാൻ പോകുന്നത് ഞങ്ങളാണ്. ആർത്തർ, നീ എന്നെ കല്യാണം കഴിക്കുന്നുണ്ടോ? അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ഇല്ല. അപ്പൊ ടാബിത്ത പറയുന്നുണ്ട്, അവനെ കളിയാക്കാതെ നിങ്ങൾ ആ സമ്മാനം കൊടുക്ക്. അപ്പൊ വിൻസെന്റ് പറയുന്നുണ്ട്, ആർത്തർ, ഈ റിങ് നിനക്കുള്ളതാണ്. ആലീസ്, ഈ റിങ് നിനക്കും. നമ്മുടെ ആലീസിന് കൊടുത്ത റിങ്ങിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലീസിന്റെ റിങ്ങില് ചുവപ്പ് നിറത്തിലുള്ള ഒരു രത്നമുണ്ട്. ആ രത്നം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർത്തർ ഏതെങ്കിലും അപകടാവസ്ഥയിൽ പെടുമ്പോഴോ അല്ലെങ്കിൽ അവന്റെ മാന ലെവൽ താഴുമ്പോഴോ നമ്മുടെ ആലീസിന്റെ കയ്യിലുള്ള റിങ് അത് പ്രകാശിക്കും. അപ്പൊ നമ്മുടെ ആലീസിന് ആർത്തർ അപകടാവസ്ഥയിലാന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാത്ത സമയങ്ങളില് നമ്മുടെ ആലീസിന്റെ റിങ് പ്രകാശിക്കില്ല. അപ്പൊ നമ്മുടെ ആലീസിന് ആർത്തർ സേഫ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും.
സോ, അതിനുശേഷം നമ്മുടെ ഏദം ആർത്തറിനൊരു പേപ്പർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, "ഇതുപയോഗിച്ചുകൊണ്ട് നിനക്ക് സന്ദേശങ്ങൾ കൈമാറാൻ കഴിയും. പക്ഷേ ഇതിന് നല്ല വിലയാണ് ട്ടോ." അപ്പൊ നമ്മുടെ ഹെലൻ ആദത്തിന്റെ തലക്കൊന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഏദം പറയുന്നുണ്ട്, "നിനക്ക് നിന്റെ മാൻ ഉപയോഗിച്ചുകൊണ്ട് ഇതില് സന്ദേശങ്ങൾ എഴുതാൻ പറ്റും. അത് നമ്മുടെ ആലീസിന് സ്വീകരിക്കാൻ കഴിയും. എന്നിട്ട് ആലീസിന് അതിന് മറുപടി നൽകാനും കഴിയും." അപ്പൊ നമ്മുടെ ആർത്തർ ഏദത്തിനോട് താങ്ക്സ് പറയുന്നുണ്ട്. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, "ഞാൻ നാളെ പോവുകയാണ്. അച്ഛാ, അമ്മ, എലനോർ, കൂടാതെ അങ്കിൾ വിൻസെന്റ്, ആന്റി ടാബിത്ത, ലിലിയ, ടിൻ ഹോൺസിലെ ആളുകൾ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ കഠിനമായി ശ്രമിക്കാം." അപ്പൊ ആലീസ് പറയുന്നുണ്ട്, "ആർത്തർ, ശ്രദ്ധയോടെ ഇരിക്കണം. നീ എത്ര റാങ്കിലെത്തിയെന്നോ എത്ര സമ്പാദിച്ചെന്നോ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നീ സേഫ് ആയിട്ടിരുന്നാ മതി." എന്ന് പറഞ്ഞിട്ട് ആലീസ് നമ്മുടെ ആർത്തറിനെ കെട്ടിപ്പിടിക്കുന്നു. സോ, ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, "ഇപ്പോഴെനിക്കൊരു കുടുംബമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സുരക്ഷിതത്വത്തിന്റെ അനുഭവം നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റെന്തിനേക്കാളും ഞാൻ അവരെ സ്നേഹിക്കുന്നു. എനിക്കവരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഞാൻ അവസാനം വരെ പോരാടും. അതിനായി എനിക്ക് കൂടുതൽ ശക്തി ആവശ്യമാണ്. എൻ്റെ മുൻ ജീവിതത്തിൽ ഞാനൊരു രാജാവായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശക്തിയേക്കാൾ കൂടുതൽ ശക്തി എനിക്ക് ആവശ്യമാണ്." സോ, ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തർ യാത്ര പോവാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ റെയ്നോൾഡ് പറയുന്നുണ്ട്, "ആർത്തർ, നീ ഇപ്പൊ ശരിക്കും ഷാർപ്പായിരിക്കുന്നു. നിന്നിപ്പൊ കണ്ട ഒരു എസ് റാങ്കിലുള്ള അഡ്വഞ്ചറെ പോലെയുണ്ട്. നീ ഒരു ശക്തിയുള്ള കുട്ടിയാണ്. പക്ഷേ അതിൽ നീ അഹങ്കരിക്കരുത്. എല്ലാ പ്രശ്നവും നീ ഒറ്റയ്ക്ക് പരിഹരിക്കരുത്. എപ്പോഴും ജാസ്മിനെ ആശ്രയിക്കുക. നീ ഞങ്ങളോർത്ത് വിഷമിക്കണ്ട. ഞങ്ങളിവിടെ സേഫ് ആയിരിക്കും. നീ പോയിട്ട് വാ ആർത്തർ." അപ്പൊ എലനോർ സിൽവിയോട് പറയുന്നുണ്ട്, "സിൽവി, നീ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ." അപ്പൊ ആലീസ് പറയുന്നുണ്ട്, "ഇനി നീ പൊക്കോളൂ ആർത്തർ. നീ നിന്റെ റിങ് ധരിക്കാൻ മറക്കരുത്." അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, "ശരി അമ്മേ, ഞാൻ പോവുകയാണ്." അപ്പൊ റെയ്നോൾഡും ആലീസും പറയുന്നുണ്ട്, "ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആർത്തർ." സോ, ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ജാസ്മിൻ ആർത്തറിനോട് പറയുന്നുണ്ട്, "ആർത്തർ, നമുക്ക് പോയാലോ?" അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, "ശരി, നമുക്ക് പോകാം." സോ, ഇവിടെ വെച്ച് ഇതിന്റെ 11ാമത്തെ എപ്പിസോഡ് കഴിയുന്നു. സോ, ഇനി നമുക്ക് 12ാമത്തെ എപ്പിസോഡിൽ കാണാം.